എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പ് പറയാനാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊരു നല്ല കറിവേപ്പ് ഉണ്ടാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ചില സമയത്ത് എന്തൊക്കെ ചെയ്താലും നല്ല റിസൾട്ട് കിട്ടുകയാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കറിവേപ്പിന് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ചാനലിലല്ല, പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ അതല്ല പറയുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികളുടെ വേസ്റ്റാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം. ഇത് രണ്ടുമാണ് ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. നമ്മൾ സാധാരണ എല്ലാവരും പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വേസ്റ്റില്ലേ, ചായലയുടെ ആ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇടാം. അതുപോലെ മുട്ടയുടെ തൊണ്ട് നമുക്ക് നന്നായിട്ട് കൈവച്ച് പൊടിച്ചിട്ട് കൊടുത്താലും മതി. അങ്ങനെ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതാണ് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കേണ്ടത്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മുട്ടയുടെ തൊണ്ടൊക്കെ ഞാൻ ഇതിൽ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നന്നായിട്ട് വെള്ളം കൂടി മിക്സ് ചെയ്യാം. ചെറിയ ചെടിയാണെങ്കിൽ കുറച്ചധികം വെള്ളം മിക്സ് ചെയ്തോളൂ. വലുതാണെങ്കിൽ പിന്നെ അത്ര വെള്ളം കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഡെയിലി കഴിയുമെങ്കിൽ ഡെയിലിയും ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക, 1-2 ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ അത് കുറച്ച് നാൾ അടുപ്പിച്ച് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾക്കിപ്പോൾ ഒരുപാട് കടലപ്പിണ്ണാക്ക്, അങ്ങനെ കപ്പലണ്ടി പിണ്ണാക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് വളങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതിപ്പോൾ എല്ലാവർക്കും അതൊന്നും കിട്ടണമെന്നില്ലല്ലോ. എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാവുമ്പോൾ എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്, എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ചിലരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ വെറുതെ അങ്ങനെ തന്നെ കടക്കൽ കൊണ്ടിടുന്നത്. അങ്ങനെയാകുമ്പോൾ അത് അഴുകിയിട്ട് മണ്ണിനോട് ചേർന്നൊക്കെ വരാൻ കുറേ സമയം പിടിക്കും. പെട്ടെന്ന് അങ്ങോട്ട് ആ ചെടി അതിന് ആബ്സോർബ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും. അതുപോലെ തന്നെ മുട്ടയുടെ തൊണ്ട് ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമ്മളിതിൽ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. കഞ്ഞിവെള്ളം കറിവേപ്പിൻ്റെ ഗ്രോത്തിന് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കറിവേപ്പിൻ്റെ ഇലകളിലൊക്കെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ ഒക്കെ കീടങ്ങളിൽ നിന്നൊക്കെ കറിവേപ്പിനെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ വീട്ടിലുള്ള കറിവേപ്പാണ്. ഇതൊരു ചെറിയ ചെടിയായിരുന്നു, ഞാൻ കൊണ്ട് തൈ വെച്ച് വളർത്തി ഇത്രയാക്കി എടുത്തതാണ്. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ്സ് ഒരുപാട് നടത്തിയിട്ടുള്ള ചെടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാലോ, നമ്മൾ കറിവേപ്പ് എപ്പോഴും ഇല പറിക്കുമ്പോൾ ഒരു തണ്ടായിട്ട് പറിച്ചെടുക്കരുത്. അത് ഇങ്ങനെ ഒരു തണ്ടോടെ മുഴുവനായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കണം. അത് നമ്മൾ ഒരുപാട് വീഡിയോസ് അതിനെ പറ്റിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെയാണ് നമ്മൾ വീട്ടാവശ്യങ്ങൾക്കൊക്കെ കറിവേപ്പില പറിച്ചെടുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ 2 സൈഡിൽ നിന്നൊക്കെ പുതിയ പുതിയ മുളകൾ വന്നിട്ട് ചെടി നന്നായിട്ട് ഇങ്ങനെ വട്ടത്തിൽ വരും. അല്ലെങ്കിൽ അതിങ്ങനെ ഹൈറ്റ് വെച്ച് പോവുകയുള്ളൂ, ധാരാളം ഇലകൾ അതിലുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് വേപ്പിൻ്റെ മുകളിലൂടെ സ്പ്രേ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നനയ്ക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ മറ്റേ ചാനലിൽ നോക്കിയാൽ മതി കേട്ടോ. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോസ് ഉണ്ട് അതിൽ. ഇന്ന് ഈ പറഞ്ഞ കാര്യം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു മാസമൊക്കെ ആകുമ്പോൾ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. എല്ലാ ദിവസവും ഒഴിക്കേണ്ട, ഒരു 1.5 അടം വെച്ചിട്ട് 2 ദിവസത്തെ ഒന്നിച്ച് അടിച്ചിട്ട് കഞ്ഞിവെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.